എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ അടുത്ത് ഒരു സൺഡേ സപ്ലിമെന്റ് വായിക്കാനിടയായി. ലിറ്ററലി അത് വായിച്ചപ്പോൾ ശരിക്കും മൈൻഡ് ബ്ലോയിങ്. അതിൽ പറഞ്ഞിരിക്കുന്നത് മസാക്കി കൊബയാഷി എന്ന ജാപ്പനീസ് സംവിധായകന്റെ ഒരു ട്രയോളജിയെ പറ്റിയായിരുന്നു. ഹ്യൂമൻ കണ്ടീഷൻ. നിങ്ങളിൽ എത്ര പേര് ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ ഒരു സബ്ജക്റ്റ് വായിച്ചപ്പോൾ ഇത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ്? സോ അതുകൊണ്ടാണ് ഈ വീഡിയോ. ട്രയോളജി എന്ന് കേട്ടാൽ നമുക്ക് സൂപ്പർ ഹീറോ മൂവീസ് ഓർമ്മ വരുമല്ലോ, ലൈക്ക് ബാറ്റ്മാൻ ട്രയോളജി, മെട്രിക്സ് ട്രയോളജി. പക്ഷേ ഇമാജിൻ ചെയ്യൂ, 9 മണിക്കൂർ ലോങ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ജാപ്പനീസ് വാർ മൂവി ട്രയോളജി. അതാണ് ഹ്യൂമൻ കണ്ടീഷൻ. 1959 മുതൽ 1961 വരെ റിലീസായ 3 ഭാഗങ്ങൾ. ഹ്യൂമൻ കണ്ടീഷൻ ട്രയോളജിയിലെ ആദ്യത്തെ പാർട്ട് നോ ഗ്രേറ്റർ ലവ്, സെക്കൻഡ് വൺ റോഡ് ടു എറ്റേണിറ്റി, തേർഡ് വൺ സോൾജിയേഴ്സ് പ്രേയർ. ഹീറോയിൻ ഇല്ല, ഡാൻസ് ഇല്ല, കോമഡി ഇല്ല. സ്റ്റോറി ഫോക്കസ് ചെയ്യുന്നത് ഖാജി എന്ന ഓർഡിനറി മനുഷ്യന്റെ സർവൈവലിലാണ്. സെക്കൻഡ് വേൾഡ് വാറിന്റെ നടുവിൽ ഫോഴ്സ്ഡ് ലേബർ ക്യാമ്പ്സ്, വാർ ക്രുവാലിറ്റി, ഹങ്കർ, ഹോപ്പ്ലെസ്നെസ് എല്ലാം റോ ആയിട്ട് കാണിക്കുന്നു. കണ്ടിരിക്കുമ്പോൾ തോന്നും വാറിൽ ജയിക്കുന്നവരാരുമില്ല, എല്ലാവരും തോൽക്കുന്നവരാണ്. ഇതൊരു സിനിമ മാത്രമല്ല, അതൊരു ഇമോഷണൽ റോളർ കോസ്റ്ററാണ്. ടർക്കോവ്സ്കി, സ്കോർസെസി, ബോങ് ജൂൺ ഹോ പോലെയുള്ള വലിയ ഡയറക്ടേഴ്സ് വരെ ഈ സിനിമയിൽ നിന്ന് ഇൻഫ്ലുവൻസ് എടുത്തിട്ടുണ്ട്. അവർക്ക് പോലും സ്കിപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യണ്ടേ? സോ ഗൈസ്, ഹിസ്റ്ററി സീരീസ് സിനിമ ഇഷ്ടമുള്ളവർക്ക് ഹ്യൂമൻ കണ്ടീഷൻ ട്രയോളജി മസ്റ്റ് വാച്ച് ആണ്. വൺ സിറ്റിങ്ങിൽ കാണാൻ പറ്റില്ല, പക്ഷേ സ്ലോലി ടേസ്റ്റ് ചെയ്യുക. ഇനി പറയൂ, സൂപ്പർ ഹീറോ ട്രയോളജീസ് ആണോ ഇഷ്ടം, അല്ലെങ്കിൽ ഡീപ്പ് ഇമോഷണൽ ട്രയോളജീസ് ട്രൈ ചെയ്യാറുണ്ടോ? വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ, സീ യു സൂൺ.